വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ വിവരങ്ങൾ അടങ്ങിയ പുസ്തകം ഏത്? റെഡ് ഡാറ്റ ബുക്ക്. ഇന്ത്യയിലെ ആദ്യ ഇക്കോ ടൂറിസം പദ്ധതി ഏത്? തെന്മല, കൊല്ലം. ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി സംഘടന ഏതാണ്? UNEP. UNEPയുടെ പൂർണ്ണരൂപം എന്ത്? യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻ്റൽ പ്രോഗ്രാം. UNEP സ്ഥാപിതമായ വർഷം ഏത്? 1972. UNEPയുടെ ആസ്ഥാനം എവിടെയാണ്? നെയ്റോബി, കെനിയ. സ്വീഡൻ്റെ തലസ്ഥാന നഗരിയിൽ 1972 ജൂൺ 5 ആരംഭിച്ച പാരിസ്ഥിതിക സമ്മേളനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സ്റ്റോക്ക്ഹോം സമ്മേളനം. റുഡ്യാർഡ് കിപ്ലിങ്ങിൻ്റെ വിഖ്യാത രചനയായ ജംഗിൾ ബുക്കിന് പശ്ചാത്തലമായ ദേശീയോദ്യാനം ഏത്? കൻഹ ദേശീയോദ്യാനം, മധ്യപ്രദേശ്. രംഗത്തിട്ടു പക്ഷി സങ്കേതം എവിടെ സ്ഥിതി ചെയ്യുന്നു? കർണാടക. ജിം കോർബറ്റ് നാഷണൽ പാർക്കിൻ്റെ പഴയ പേര്? ഹെയ്ലി നാഷണൽ പാർക്ക്. പരിസ്ഥിതിക്ക് യോജിച്ച ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മുദ്ര ഏത്? ഇക്കോ മാർക്ക്. 1972 അമേരിക്കയിൽ DDT എന്ന കീടനാശിനി നിരോധിക്കാൻ കാരണമായ പുസ്തകം ഏത്? നിശബ്ദ വസന്തം. പരിസ്ഥിതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിക്കുന്ന പഠനശാഖ ഏത്? ഹ്യൂമൻ ഇക്കോളജി. വൃക്ഷങ്ങൾ, സസ്യലതാദികൾ എന്നിവയുടെ സംരക്ഷണാർത്ഥം ഇന്ത്യയിൽ ആരംഭിച്ച പരിസ്ഥിതി പ്രസ്ഥാനം ഏത്? ലോബയാൻ പ്രസ്ഥാനം. റംസാൻ കൺവെൻഷൻ എന്തുമായി ബന്ധപ്പെട്ടതാണ്? തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണം. ഇന്ത്യയും ഭൂട്ടാനും ചേർന്ന് സംയുക്ത മേൽനോട്ടം വഹിക്കുന്ന ദേശീയോദ്യാനം ഏതാണ്? മാനസ് ദേശീയോദ്യാനം, അസം.